മീൻകാരനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പടിക്ക് പോയി നിന്നതാ. അല്ലെങ്കിൽ മീൻകാരൻ അങ്ങോട്ട് വരില്ല. അതൊക്കെ ഞങ്ങളുടെ വീട് കുറച്ച് ഉള്ളിലേക്കാണ്, അങ്ങോട്ട് അറ്റത്തേക്ക് പോകണം. പിന്നെ അതെൻ്റെ ഇങ്ങോട്ട് കിടന്നിട്ടും കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് വീട്. ഇത് സാധാരണ ഞങ്ങൾ വാങ്ങണ മീൻകാരനല്ല, മറ്റേ മീൻകാരൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണം. പിലോപ്പി അപ്പൊ എവിടെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ ചെത്തിച്ചു കൊണ്ടുവന്നതാ. ഞാൻ വരാപ്പോഴേക്കാ പോണേ. നിങ്ങൾ എത്ര മണിക്ക് പോവാ? അപ്പൊ അവിടെ 4 മണിക്ക് അവിടെ ചെല്ലും. ഓ, എത്ര മണിക്ക് അവിടെ തുടങ്ങാം മീനിൻ്റെ? അത് അവിടെ വെളുപ്പിന് നേരത്തെ തുടങ്ങുമല്ലോ. അതിലെ 3 ഉണ്ട്. 3 ഉണ്ട്. എനിക്ക് കറി വെക്കാനായിരുന്നു. പിലോപ്പി, നാടൻ പിലോപ്പി. അത് പിലോപ്പി വേണ്ടെന്ന് പറഞ്ഞു. നന്നാക്കി പിലോപ്പി എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അത്ര ഇഷ്ടമില്ല പിലോപ്പി. ഒരു 3 കിലോത്തിന് ഓർഡർ ഉണ്ട് എനിക്ക്. ഓ, അതാണ് ചെത്തി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൂട്ടാറ്, ചെത്തി കൊണ്ടുവരാറ്. കരിമീനൊക്കെ ചെത്തി കൊണ്ടുവരാറ്. പിന്നെ ആൾക്കാർക്ക് എളുപ്പമായി. ഇപ്പൊ കിട്ടുന്ന ചാള നല്ല ചാളയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യുണ്ടല്ലോ. അത് ചാള എപ്പോഴും വരില്ല എന്നോണല്ലേ? സീസണിലാണ് നെയ്യ് വന്നത് ചാളക്ക്. ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ 1 മാസമൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നോണല്ലേ? അപ്പൊ നമ്മുടെ മീൻ കിട്ടിയിട്ടുണ്ട്, ചാളയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പിലോപ്പി. എന്റെ പേരെന്താ? ശശി. ശശി. എവിടെയാ പോത്തിച്ചേരില്ല? ഇവിടെ വെളിച്ചെണ്ണ മില്ല് അറിയാം, മരിയന്തുരത്ത് പോണ വഴി. ആ സൈഡ് അല്ലേ? കമ്പനിയുടെ തെക്കുവശ. മരിയന്തുരത്ത് പള്ളിയുടെയൊക്കെ ആ സൈഡായിട്ടല്ലേ? പോണ വഴിക്ക് വെളിച്ചെണ്ണ മില്ല് കണ്ടല്ലേ? എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഇവിടുന്ന് നമ്മള് അങ്ങോട്ട് ചെന്നിട്ട് മരിയന്തുരത്തേക്ക് ഇങ്ങോട്ട് തിരിയുന്നതിന്റെ അടുത്ത വലിയ ഇത് മതിൽക്കെട്ടൊക്കെ ബിൽഡിങ് അവിടെ. തലാക്കുളം അവിടെ വള്ളോമ്പലിനൊക്കെ താമസിച്ചിരുന്നില്ലേ? അവിടെ അവരുടെ വീട് ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം. അങ്ങോട്ട് പോയിട്ടല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് മീൻകാരൻ വന്നു കഴിയുമ്പോ ഞാനിവിടെ നല്ല നെയ്യുള്ള ചെറിയ ചാള കിട്ടുന്നുണ്ടെന്നല്ലേ? ആ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചാള വെച്ചിട്ട് ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ വിചാരിക്കും പച്ചക്കുരുമുളക് അരച്ചിട്ട് എന്തെങ്കിലും കറി വെക്കുന്നത്. പക്ഷെ ഞങ്ങൾ സാധാരണ വരുന്ന സമയത്തൊന്നും ആ കുരുമുളക് അങ്ങനെ ഒന്നല്ലെങ്കിൽ പാകമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ഞാൻ വന്നു കഴിയുമ്പോൾ കുരുമുളകൊക്കെ നല്ല പച്ച കളറിൽ നല്ല കറക്റ്റ് പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ മത്തി പച്ച കുരുമുളകും പച്ച തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ ചാള എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല നെയ്യുള്ള ചാളയാണ്. പക്ഷെ ചാളയ്ക്ക് വലിപ്പം കുറവാണ്, പക്ഷെ നല്ല രുചിയുണ്ട്. ഓരോന്നും അങ്ങനെ പടി എടുത്തിട്ട് നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ വായിലേക്ക് ഇടാം. അതിന് മുള്ളൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ മീനൊന്ന് നന്നാക്കി എടുക്കട്ടെ. എല്ലാ പ്രാവശ്യവും മമ്മി അല്ലെങ്കിൽ ത്രേസ്യം ചേച്ചിക്കാണ് എനിക്ക് നന്നാക്കി തരാറുള്ളത്. ഇന്ന് ത്രേസ്യം ചേച്ചി ഇല്ല, ത്രേസ്യം ചേച്ചിക്ക് കുടുംബശ്രീയുടെ പണിയില്ല, അപ്പൊ അതിന് വയ്യ. അപ്പൊ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കാന്ന് പറഞ്ഞു. ഞാൻ സാധാരണ നാട്ടിൽ അവിടെ വെച്ചിട്ട് ഞാൻ മീനൊക്കെ നന്നാക്കാൻ എല്ലാ പണിയും ചെയ്യും. നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ മീനങ്ങനെ നന്നാക്കാറില്ല. ഓക്കെ, അപ്പൊ ആ മീൻ വാശ ആ ചേട്ടനുണ്ടല്ലോ ഒരു ഇലയിലൊക്കെ, ഇത് എന്തിൻ്റെ ഇലയത്, എന്തിൻ്റെ ഇലയാണാവോ? പണ്ട് ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈ തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കും. ഇത് തേക്കിൻ്റെ ഇലയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇലയിലൊക്കെ പൊതി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാന് മീന് മമ്മിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പീലർ വെച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഞാൻ കളഞ്ഞ അവരുടെ എങ്ങനെയുണ്ടെന്ന് ഞാനിവിടെ ഒരു വാഴലേക്ക് വെട്ടി വെച്ചിട്ടുണ്ട്. മമ്മിയുടെ അത്രയ്ക്കും മരുന്ന് എനിക്കുണ്ടാവില്ല, കാരണം മമ്മി എളുപ്പമാണ് ശരിക്കും കളയാൻ വേണ്ടിയിട്ട്. ഇത് കയ്യിൽ പിടിച്ചിട്ട് കളയാം, കാരണം ഇത് ചെറിയ ചാളയാണല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇതിൻ്റെ ഇതും പോകുന്നുണ്ട്. ചാളയുടെ ചതുമ്പലിങ്ങനെ പിന്നെ പോവാൻ വേണ്ടിയിട്ട് അധികം പാടില്ലല്ലോ. പക്ഷെ ഇത് വെക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത് കഞ്ഞൂരിൽ കാണിച്ചിട്ടുണ്ടായില്ലേ, കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല എളുപ്പമാണ്. കാരണം ഈ സാധനത്തിന് തീരെ കനം കുറവാണ്, പെട്ടെന്ന് പോകുന്നുണ്ട്. എന്ത് പെട്ടെന്ന് പോണേ, കത്തിയൊക്കെ ആകുമ്പോൾ ഇത്രയ്ക്ക് നല്ലതല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയുടെ ടിപ്പ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട്, 1 കിലോണ് വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ ഇത് കുഞ്ഞു കുഞ്ഞു ചാള ചെയ്തുകൊണ്ട് കുറേ എണ്ണുണ്ട്. മമ്മി കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് മുഴുവനും നിങ്ങളതിനെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കണില്ല.
അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഞാനവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഉള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ വേണമല്ലോ, അതൊക്കെ നന്നാക്കി എടുക്കട്ടെ. ഇത് ഞാൻ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. അവിടെ നമുക്കങ്ങനെ കുഞ്ഞുള്ളിയാണ് കിട്ടാറില്ലല്ലോ, എപ്പോഴും സവോള വെച്ചിട്ടുണ്ടല്ലോ കറി വെക്കാറ്. പിന്നെ ഞാൻ കുഞ്ഞുള്ളി എടുക്കാന്ന് വിചാരിച്ചു. മീനുണ്ടല്ലോ, ആ മീൻ നന്നാക്കി എടുക്കാൻ എല്ലാத்தைയും പറയാൻ നല്ല പാടുണ്ട് കേട്ടോ. 1 കിലോ മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എനിക്ക് 1/2 കിലോ മീൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, കാരണം അത് കുഞ്ഞു കുഞ്ഞു മീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 1 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേയുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നന്നാക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. അതിനകത്ത് പകുതി ഞാൻ എടുത്തുള്ളൂ, പകുതി ഞാനെടുത്ത് അവിടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേച്ചി അങ്ങനെ വരുന്ന ദിവസം നന്നാക്കിപ്പിക്കാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മമ്മി എടുത്തായിരുന്നല്ലോ എന്തെങ്കിലും ഒഴിവാണ് പിടിച്ച് നന്നാക്കി നോക്കാൻ പറഞ്ഞു. കാരണം അതൊക്കെ നന്നാക്കി എടുത്ത് വരുമ്പോൾ കുറേ സമയം എടുക്കണം. അതിനിപ്പോൾ തന്നെ സമയം ലേറ്റായിട്ടുണ്ട്. ഞാൻ മീനിൻ്റെ തലയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടേ കാക്കകൾ വന്നിട്ട്, പിന്നെ ഒരു പൂച്ച വരുന്നുണ്ട് ഇവിടെ, കറുത്തിട്ട് ഒരു പൂച്ച, ഫുള്ള് കറുപ്പായിട്ട്. കാക്കകൾ ഭയങ്കര ബഹളമായിരുന്നു അവിടെ, മീനിൻ്റെ തല അവിടെ കൊണ്ടുവന്നിട്ടിട്ട്. മമ്മി സാധാരണ അങ്ങനെ പുറത്തിടാറില്ലെന്ന് തോന്നുന്നു. മമ്മി അങ്ങനെ കുഴി കുഴിച്ചിട്ട് അതിനകത്തിട്ട് മൂടലാണ് പതിവ്. ഇപ്പോഴും അങ്ങനെ ചെയ്യണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടെ, മമ്മി അങ്ങനെ ചെയ്യാറെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ കാക്കകൾ ഇട്ടോടൊപ്പം അല്ലെങ്കിൽ നിറച്ചും കാക്കി ഇവിടെ, നിറച്ചും കാക്കി നിറച്ചെണ്ണാനോ. കോഴികളില്ലല്ലോ, കുറുക്കം വരുന്നാനോ കോഴികളൊന്നുമില്ല ഇവിടെ. ഒറ്റ വീടുകളിലും കോഴികളില്ല. എല്ലാവരും വീടുകളിലും കോഴീനെ കുറുക്കനെയൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ ആരും കോഴീനെ വളർത്തുന്നില്ല. കുറുക്കൻ അല്ലെങ്കിൽ പട്ടി. ഇവിടേക്ക് കുറുക്കൻ വരും, ഇവിടെ പട്ടി വരില്ല. ചുറ്റോറും മതിൽ കെട്ടിയിട്ട് എല്ലാ സൈഡിലും ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഗേറ്റ് അങ്ങോട്ട് ചാടിയിട്ട് ഒരിക്കൽ വന്നിട്ട് മമ്മിയുടെ വരുമ്പോൾ പിന്നെ അവർ കൂട്ടത്തെ പടം വന്നിട്ട് കുറേ കോഴികളെ ഒന്നിച്ചു കൊടുക്കും. ഇവിടെ കുറുക്കൻ്റെ ശല്യം അങ്ങനെ. ഇപ്പം ഇടുന്ന ഫുഡൊക്കെ കഴിക്കുന്നത് കാക്കട. അതുകൊണ്ട് തന്നെ കണ്ടമാനം കാക്കി ഇവിടെ. എന്തോരം കാക്കിയെന്നറിയോ, അതേപോലെ അണ്ണാനും. അപ്പം ഞാൻ കണ്ണീര് വെള്ളം വന്നു കുഞ്ഞിരുന്നുണ്ട്. അപ്പം ഇത് നന്നാക്കി എടുത്തിട്ട് വരട്ടെ. അപ്പം ഇന്ന് മീൻകറി ഞാൻ ഇവിടെ അടപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്ന് അടപ്പത്ത് തീ കത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് കനലുണ്ടായേനെ. എല്ലാ ദിവസവും ചോറ് എനിക്കവിടെ 1 വെച്ചിട്ട് ചോറ് വെക്കാറുള്ളൂ മമ്മി. ചില ദിവസങ്ങൾ വയ്ക്കും, പക്ഷേ ഇന്ന് ചോറ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മമ്മി ഇന്ന് ചോറ് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മി പറഞ്ഞേ മോളെ ഇപ്പോൾ ഗ്യാസിന് വേണ്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, അടപ്പത്ത് തന്നെ വെക്കാമെന്ന് പറഞ്ഞു. എനിക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടുപ്പത്ത് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേപ്പറിനൊക്കെ തീയെ തൂക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ തീയെ തൂക്കിയിട്ട് കത്താറില്ല, ഇന്ന് ഞാൻ കത്തിക്കും. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, മണ്ണെണ്ണ വാങ്ങില്ല. അവിടെ മോട്ടർ അടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ആയിരുന്നു. ഞങ്ങൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുരുമുളകും പോയിട്ട് പറിച്ചിട്ട് വരണം. കാരണം തീ ഒന്ന് കത്തി പിടിച്ചിട്ടേ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം എടുക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒന്ന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പോകച്ചപ്പോഴേക്ക് വരും. ഇതൊക്കെ ജാതിയുടെ കൊമ്പാട്ടെ. ഇവിടെ കഴിഞ്ഞ വർഷം തോന്നുന്നു, ആ കഴിഞ്ഞ വർഷം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതിൽ കുറച്ച് മുമ്പായിട്ട് ഇവിടെ ഭയങ്കര കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ജാതികളൊക്കെ വീണുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൊമ്പുകളൊക്കെ തട്ടി ജാതിയുടെ. അപ്പം ഇതാട്ടോ നമ്മുടെ കുരുമുളക്. ഇതുമേന്ന് നമുക്ക് ഒരുപാട് ഭയങ്കര കിളുന്ത ആവശ്യമില്ല. മൂത്തത് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. മൂത്തത് ഏതാന്ന് നോക്കട്ടെ. ചിലത് ചെറുതാ, ഇല്ല എല്ലാവരും ഏതാണ്ട് ഓരോ വലിപ്പമൊക്കെ തന്നെയാണ്. ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കടിച്ചു നോക്കട്ടെ കേട്ടോ. ഇതിന് മധുരം വെച്ചിട്ടുണ്ടോ നോട്ടെ, അല്ല ഇതിന് എരിവ് വെച്ചിട്ടുണ്ടോ നോട്ടെ. എരിവുണ്ട്. ഈ പച്ചക്കുരുമുളകിന് വേറൊരു ടേസ്റ്റ് ഉള്ളൂ, അവിടെ ഉണക്ക കുരുമുളകിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ. നല്ല സൂപ്പർ എരിവാ. ഇത് വെച്ചിട്ട് ഒരു ദിവസം എനിക്ക് നമ്മുടെ കോഴിക്കറി വെക്കണം. കോഴി ഈ പച്ചക്കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് ആവശ്യമില്ല, ഭയങ്കര എരിവായി ലൈഫ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ കുരുമുളക് ഉണ്ടാകുമ്പോൾ അല്ല ചിലത് ചെറുതാട്ടാ, കുറേ സമയത്തല്ല എല്ലാവരും ഉണ്ടാവാൻ തോന്നും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടി. 1/2 കിലോ മീനല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുമെന്ന് അറിയില്ല, കാരണം നമ്മളങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്ഥിരം വെക്കുന്നതല്ലല്ലോ. ഇനി നമുക്ക് തേങ്ങയൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് എടുക്കാം, റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ കുരുമുളക് എന്താ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. 3 എണ്ണം എടുത്തേട്ടാ. 3 തണ്ട് അതിനെന്താ പറയുന്നത്. ഓക്കെ, അതിൻ്റെ തണ്ടിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കിലോ മീനല്ലേ ഉള്ളൂ, ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ.
നാട്ടിലെ തക്കാളി ആകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭയങ്കര, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും അവിടെ കിട്ടുന്നതിനേക്കാളും. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. അപ്പോൾ ഇത് മമ്മിയുടെ മിക്സി ആയിട്ട് മൂടി വെച്ചേക്കുന്നത്. ഇത് ബോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാട്ടോ. നല്ല സൂപ്പർ മിക്സി ആട്ടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി വയ്ക്കാനുള്ളത് എല്ലാവരും നമ്മൾ റെഡിയാക്കിയിട്ട് എല്ലാവരും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ തീ നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ കുറച്ച് പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കനൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി വെക്കാം കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ആ നേരത്തെ കത്തി പിടിപ്പിച്ച് വെച്ചാലും നന്നായി. കനലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ചൂട് കിട്ടിക്കോളല്ലോ. നമ്മുടെ കുരുമുളകും തേങ്ങയും തക്കാളിയും കൂടിയിട്ട് അരച്ചത് കേട്ടോ. ഞാൻ നോക്കട്ടെ, മണൊക്കെയാണ് ഇതുകൊണ്ട്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, കുരുമുളകിൻ്റെ ഒരു മണം പോലെയല്ല എനിക്ക് തോന്നുന്നത്. നമ്മൾ പച്ചമാങ്ങ കറിക്കില്ലേ, അതിൻ്റെ ഒരു മണമല്ല ഇതിന്. ഞാൻ ഇതേപോലെ കറി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്നും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കറി വെക്കണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ കുരുമുളക് കിട്ടാറില്ല. അപ്പോൾ വരണം കറി വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തു നമുക്കൊന്ന് വെച്ച് നോക്കാം. അതായത് ചമ്മന്തി അരച്ചവർ എനിക്കാണ് ഇതിങ്ങനെ ചമ്മന്തി ഉപ്പിട്ടിട്ടില്ല, അതിന് ടേസ്റ്റ് നോക്കായിരുന്നു. എന്നാലും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്കാണ് ഇത് കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങ ചമ്മന്തി അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും പച്ചമാങ്ങയുടെ പുളിയില്ല, പക്ഷെ പച്ചമാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് നന്നായിട്ട്. പച്ചമാങ്ങ ചേർത്തിട്ടില്ല, തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മീൻകറിയൊക്കെ ആകുമ്പോൾ കുറച്ച് പുളിയും വേണം ഇവിടെ. അപ്പം ഞാനിവിടെ കുടംപുളിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ കറിയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. സാധാരണ അടുപ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ആകെ വേർക്കും. ഇത് കഴിഞ്ഞ് പോയിട്ട് ആഘോഷമായിട്ട് ഒരു കുടി കുളിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചക്കലിൻ്റെ ചോറിടാൻ വേണ്ടിയിട്ട്. എന്തായാലും ചോറിടുമ്പോൾ നേരം വൈകും, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. മമ്മിയോടെ മീൻ വറക്കുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ മെയിനായിട്ട് ഇവിടെ കഴിക്കുന്ന സാധനം പൊങ്ങാട്ട. പൊങ്ങിനെ ഇവിടെ ആദ്യം അടുപ്പിൻ്റെ പൊട്ടത്ത് നിറച്ചും തേങ്ങ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചിലതിനിങ്ങനെ മുള വന്നിട്ട് ഇങ്ങനെ തഗ്ഗി പോലെ നിൽക്കണ്ടായിരുന്നു. കഴിഞ്ഞ വീട്ടിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അടുപ്പിൻ്റെ അവിടെ ഇരിക്കുന്ന സാധനം എന്നിട്ടാണ്. അതൊക്കെ എടുത്ത് മമ്മിയൊക്കെ എടുത്ത് കാട്ടി കണ്ടു. ക്രിസ്ത്യൻ ചേച്ചി കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ എടുത്ത് കളയാൻ പറഞ്ഞു. ഒക്കെ എടുത്ത് കാരണം അത് തീ നമ്മളിപ്പോഴും കത്തിക്കാത്ത തന്നെ അതൊക്കെ ഇരുന്നിട്ട് നാശമായി. വെളിച്ചെണ്ണ അങ്ങനെ ഇപ്പോഴും ആട്ടമൊന്നുമില്ലല്ലോ. ഞാൻ കളയാനുള്ള ഒരു മടിയായിട്ട് ഇതിനെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇതിവിടെ നമ്മൾ ആട്ടിച്ച് വെളിച്ചെണ്ണയാണ്. ഓക്കെ, പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. മുളക് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് ചേർത്തിട്ടുണ്ടല്ലോ, കുരുമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇഞ്ചി ചതച്ചതും പിന്നെ കുഞ്ഞുള്ളി ഇട്ടോ. കുഞ്ഞുള്ളി ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് വേണം, കറിവേപ്പിലോട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഓടിയത്. അതേപോലെ തന്നെ ഇവിടെ നല്ല കാന്താരി മുളകുണ്ട്, കുഞ്ഞുമുളകുണ്ടല്ലോ, അത് ഇട്ടിട്ട് എനിക്ക് ചിക്കൻ കറി എന്തെങ്കിലും വെക്കണമെന്നുണ്ട്. നേരം കിട്ടാനേ വെക്കണം. ഞാൻ എല്ലാ ദിവസവും വൈകിട്ടല്ല എല്ലാ ദിവസവും കടയിലേക്ക് പോകാറുണ്ട്. ഇന്ന് ഞാൻ ബീച്ചിൽ പോകുന്ന പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു മമ്മിയുടെ അടുത്ത്. ചെറായി ബീച്ച്, കുളിപ്പുള്ളി ബീച്ച്, അവിടെ പോകുന്ന വഴിക്ക് മീനൊക്കെ ആൾക്കാരിങ്ങനെ പിടിക്കണൊക്കെ ഉണ്ടാവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഒരു രസമായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നാലേ ഇപ്പോൾ തന്നെ കാര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോക്ക് ക്യാൻസൽ ചെയ്തു. കാരണം മഴ മാത്രമല്ല ഭയങ്കര ഇടിവെട്ടാണ്. പിന്നെ നമ്മുടെ കായക്കൊല അവിടെ പഴുപ്പിക്കാം. അവിടെ പഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് 2 പഴുത്തിരിക്കുന്നുണ്ട്. കഴിക്കട്ടെ. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ കണ്ടമാനം പഴം കഴിക്കുക. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സീന്തപ്പഴം. ഈ പ്രാവശ്യം കടയിൽ ഇരിക്കുന്ന സീന്തപ്പഴം ഉണ്ടല്ലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. വരവാൻ തോന്നുന്നു, ഭയങ്കര വലുതാണ്. കണ്ടാൽ നമ്മൾ വാങ്ങും. അതേപോലെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുണ്ട്. അത് ഒരെണ്ണം എല്ലാം ഞങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം എടുത്തു. അതെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപുറകിന് ഒരു ചുമന്നിട്ടൊരു കളർ പോലെ വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു. എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമായില്ല. പിന്നെ ഇന്നലെ ഞാൻ ഒരെണ്ണം എടുത്തു. ഉള്ളൊക്കെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല, അത് വരവാണ്. അത് സാധാരണ ഞാനിവിടെ വരുമ്പോൾ ചെറിയ കുഞ്ഞിത് കിട്ടാറുണ്ട്, നമ്മുടെ നാടൻ. അതിന് കാണാൻ വലിയ ഭംഗിയിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയും ഒരു 3-4 കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും മരുന്ന് വെച്ച് വെച്ചോ പാത്രത്തിനാണ് മാറുന്നുണ്ട്. അവിടെ പണം ശരിക്കും മൂക്കാത്ത പണം കടിക്കുമ്പോൾ നമുക്കൊരു വേറൊരു മധുരമുണ്ട്. ഇതിൻ്റെ ഈ ഇതിൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ കടിക്കുമ്പോൾ നമുക്ക് വേറൊരു കഞ്ചി പോലത്തെ ഫീലിംഗ് വരും. അത് മൂക്കാത്ത
അത് കാറ്റ് ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്നാണ്, പുകയൊക്കെ എൻ്റെ മുഖത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് വളർന്നിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പുക ഏത് വഴിക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞൂടെ. കാറ്റൊന്നും തന്നെ വീശല്ല, ചെറുതായിട്ട് കാറ്റുണ്ടാവില്ലേ, കാണാൻ പറ്റാത്ത കാറ്റ്. പിന്നെ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിയിട്ട്, അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു പച്ച കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് കുടംപുളി വെച്ചിട്ട് ആ വെള്ളം കൂടിയിട്ട് ചേർക്കട്ടെ. കുടംപുളി അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ആളെ ചേർക്കാണ് നമ്മുടെ അരപ്പ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. നോക്കട്ടെ, തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ ചേർക്കാം കേട്ടോ. നമ്മുടെ കറിയെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എരിവില്ല, ഒട്ടും എരിവില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് രണ്ടാമത് കുറച്ച് കുരുമുളക് പറിച്ച് കൊണ്ടുവന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തേക്കുന്നുണ്ട്. ഇത് തൊട്ട് നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ അരപ്പുണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ എരിവുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഇത് ചെറിയ തിരിയായിരുന്നു, തിരിയെന്നാണ് കണ്ടെന്നാണ് എന്നിട്ട് പറയുന്നത്. അത് ഞാൻ ഏറ്റാതി ചെറുതായിരുന്നില്ല, അപ്പോൾ ഏറ്റാതി ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. 3 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് 5 കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ടാവുള്ളൂ. ഞാൻ ഒരെണ്ണമായിട്ട് എടുത്ത് കടിച്ച് നോക്കിയപ്പോഴേ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോഴേ മമ്മി പറഞ്ഞു ഒരെണ്ണമായിട്ട് കടിക്കുമ്പോൾ എരിവ് കൂടുതൽ പോലെ തോന്നുന്നു. ഇതൊക്കെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അല്ലെങ്കിൽ ആ കുരുമുളകിൻ്റെ ഒരു ഗുമ്മുണ്ടല്ലോ, അതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. നല്ല ചൂടുണ്ട്. ചാറ് കുടിച്ചോട്ടെ കേട്ടോ, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല എരിവുണ്ട്. എനിക്കോണം കുറച്ചും കൂടി കുരുമുളക് അരയ്ക്കണമെന്ന് തോന്നുന്നു. എനിക്ക് നല്ല മൂത്ത കുരുമുളകൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധികം ആവശ്യം ഉണ്ടാവില്ല. ഇത് എനിക്കോണം അധികം മൂത്തിട്ടില്ല, മൂത്ത് വരുന്നുള്ളൂ എന്നാണ്. ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്കോണം ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. പാകത്തിൽ നല്ല പുളിയായിട്ടുണ്ട്. ഒരുപാട് ചാറിലെടുക്കണില്ല. നേരത്തെ ഇങ്ങനത്തെ കുറച്ച് ചാറ് കൂടുതലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറൊക്കെ ഒന്ന് പറ്റി. പിന്നെ ഞാൻ കറി അടുത്ത് കാണിക്കട്ടെ. നല്ല നെയ്യുള്ള ചാളയെന്ന് പറഞ്ഞില്ലേ, ഇനി ഇതിലേക്ക് ഞാൻ താളിച്ചൊന്നും ഒഴിക്കണമെന്നില്ല. കറിയുടെ മുകളിൽ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഈ ചാളയുടെ നെയ്യാണ്. മീൻകറി നമ്മൾ അടപ്പത്ത് നിന്ന് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചാളയുടെ നെയ്യാന്ന് പറഞ്ഞില്ല, അതിൻ്റെ കറിയുടെ മുകളിൽ നെയ്യ് വന്നേക്കണ നോക്കിക്ക്. ഇതേപോലെ തന്നെ കറി ആയിരുന്നാലും ശരിക്കും ആ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. ആ ഒരു കുരുമുളകിൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കറി. നമ്മൾ ആകെ കൂടി ആ ഉള്ളി മൂപ്പിക്കാൻ മാത്രമല്ല ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ. നല്ല നെയ്യുള്ള ചാളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ.